ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ചൂട് ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. മുളക് ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ മുളകാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മിഡിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും ചെറുതായി കട്ട് ചെയ്ത് കൊടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എരിവുള്ള മുളകാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ കുരു ഒന്ന് കളഞ്ഞ ശേഷം ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ സോഡ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മൾ ചായക്കടയിലെല്ലാം കിട്ടുന്ന പോലെയുള്ള ബജി വേണമെങ്കിൽ അല്പം സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിക്ക് ബാറ്ററാക്കി എടുക്കണം. കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായി തന്നെ നമ്മൾ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴാണ് മുളകിൽ കറക്റ്റായിട്ട് ഈ ബാറ്റർ ഒന്ന് പിടിച്ചു വരുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ മുളകായിട്ട് എടുത്ത് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ മുളകും ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഉള്ളിലുള്ള മുളകൊന്നും അധികം വേവാതെ വരും. അതുകൊണ്ടാണ്. ഇപ്പോൾ മുളക് ബജി എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് ബജി റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്